അടിപൊളി പടം. നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതിൻ്റെ ആ ഒരു മ്യൂസിക്കും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കാണണമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. ഇനി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുള്ളത് എന്താണോ അതൊക്കെ തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. ധൈര്യമായിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് കാണാം. കൊള്ളാം, നല്ല മൂവി. വന്ന് കാണാം, തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം, വീട്ടിൽ നിന്ന് കാണാൻ പരിപാടി വേണ്ട. കാരണം അത് ചില പടങ്ങൾ അങ്ങനെയാണ്, തിയേറ്ററിൻ്റെ അകത്തിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു വൈബും ഒരിക്കലും നമ്മൾ മൊബൈൽ വീട്ടിൽ നിന്ന് കണ്ടാൽ കാണില്ല. സുഹൃത്തുക്കളായിട്ട് വന്നിട്ട് നല്ല തിണ്ണം കാച്ചൊരു മൂവി കാണുക, അത്രേ പറയാനുള്ളൂ. വരിക, ഫ്രണ്ട്സായിട്ട് വരിക, നല്ല അടിപൊളി. എന്താ പറയുക, സൗഹൃദങ്ങളെപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കട്ടൊക്കെ നിൽക്കുന്ന ഇപ്പം അങ്ങനെ കാണാറില്ല, പോടാ തേപ്പ് അങ്ങനെയുള്ളൂ. പക്ഷേ സൗഹൃദങ്ങൾ സൂപ്പറാണ്, പറയാല്ല. സൗഹൃദം ഇല്ലാത്ത ആൾക്കാർക്ക് അവരെ മനസ്സിലാവുള്ളൂ. സൗഹൃദങ്ങൾ സൂപ്പറാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത്രയും നല്ലൊരു ബന്ധം വേറൊന്നും ഉണ്ടാവില്ല. എല്ലാ ബന്ധങ്ങളെക്കാട്ടും ഏറ്റവും ഏറ്റവും പ്യുവറായിട്ടുള്ള ബന്ധം സൗഹൃദങ്ങളാണ്. നല്ല സൗഹൃദങ്ങൾ, മോശമായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ. ഒരു ആപത്തുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നതും എന്താ പറയുക, പല ആപത്തുകൾ ഉണ്ടാക്കി തരുന്നതും സൗഹൃദങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊരു രസമായിട്ട് കാണാം. മഞ്ഞൾ ബോയ്സ് അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ലൈക്ക് നല്ല, ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ ഭയങ്കര ഇതായിട്ട് ഞാൻ ഫുള്ള് കണ്ടേ. അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും ഡിറക്ഷൻ ആണെങ്കിലും പാട്ട് മേക്കിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും സൂപ്പറായിരുന്നു. എല്ലാവരുടെയും 11 പേരുടെയും അഭിനയം അടിപൊളിയായിരുന്നു. ചന്തു സലീം കുമാർ സൂപ്പറായിട്ട് അഭിനയിച്ചു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ സുഭാഷിന്റെ ഒരു ഫിസിക്ക്, അവൻ്റെ ഒരു മനോധൈര്യം, അതായത് അവൻ ചെറുപ്പം മുതൽ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്. അത് രണ്ടും അത് അവനെ എന്തായാലും സഹായിച്ചിട്ടുണ്ടാവും. ശരിക്കും ദൈവത്തിനെ കണ്ട പോലെ എനിക്ക് അവിടെ കണ്ടത് സുഭാഷിനെ കണ്ടപ്പോൾ. കാരണം ദൈവമാണ് അവിടെ എത്തിച്ചത്. സുഭാഷ് ഇപ്പൊ ഞാൻ പിടിച്ചിട്ട് വിളി കേട്ടില്ലായിരുന്നെങ്കിൽ കുറെ വിളി കേട്ടില്ലായിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇറങ്ങുമില്ലായിരുന്നു. നമ്മ അതിനെ ഉണർത്തി. അത് അവന്റെയും ഭാഗ്യമുണ്ട്, ഞങ്ങളുടെയും ഭാഗ്യമുണ്ട്. പക്ഷെ ഇഷ്ടംമാതിരി ഇപ്പൊ പല ആൾക്കാരും പോയിട്ട് ആൾക്കാര് പോയെന്നും പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. ഞങ്ങൾ പക്ഷെ അവിടെ നിന്ന് എല്ലാരും പറഞ്ഞു, പോലീസുകാര് പറഞ്ഞു, കുറെ പേര് പറഞ്ഞു. പുള്ളിയുടെ ഒരു മെന്റൽ ട്രോമ, പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് പുള്ളി ആ സിനിമയിൽ കാണിക്കുന്ന പോലെ അത്ര നേരം ഒന്നും മിണ്ടിയിട്ടില്ല. മരത്തിന്റെ വീട്ടില് ആ കൊടൈക്കനാലിലെ തണുപ്പ്, മഴ പെയ്തുള്ള തണുപ്പ് നിങ്ങൾക്ക് അറിയാലോ, ആ തണുപ്പത്ത് ആ ഇരിപ്പ്, ആ വേരിൽ ഇരുന്നിട്ട്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ നമ്മൾ ഇതിനു മുമ്പ് കുറെ പേര് അതിനകത്ത് പെട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നത്, അത് ശരിക്കും ആൾക്കാർ ശ്രമിക്കാഞ്ഞത് കൊണ്ടാണോ അതോ ആയിരിക്കും അല്ലേ? ഇതുപോലത്തെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരോട് പറയുമ്പോ ഒരു ആൾക്കാർക്ക് ശ്രമിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് സുഭാഷ് ഇല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ 11 പേര് മനകത്തൊക്കെ ഇറങ്ങും എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു. നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യമില്ല. അത് നമ്മളിലുള്ള നമുക്ക് എല്ലാവരും പറയാനുള്ളത് തന്നെയാണ്. അപ്പം എന്താ ശരിക്കും നമുക്ക് ആളില്ലാണ്ട് എങ്ങനെ വീട്ടിലേക്ക് പോകും? ആ ഒരു പേടിയും പിന്നെ തണുപ്പും ആകെ മൊത്തം മരവിച്ചു പോയല്ലേ? ഒന്നാമത് നമ്മ ഒരു കാര്യം ഒന്നും ചെയ്യാറില്ല. ഇവരെ നമ്മളെല്ലാം ചെയ്ത് തന്നെ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു സംഭവം കാണുന്നുണ്ട്, എന്തോ ഒരു എനർജി എവിടുന്നോ കിട്ടുന്ന പോലെ തിരിച്ചു വരുന്നത്. ആ സമയം ശരിക്കും റിയൽ ലൈഫിൽ എന്തായിരുന്നു തോന്നിയത്? ആരൊക്കെ എങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യിപ്പിച്ചു. മഞ്ഞുമൽ ബോയ്സ് കണ്ടു. മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, മന്ത്രമൊന്നും അറിയില്ലടാ. അപ്പോൾ ശ്രീനാഥ് ബാസിയൊക്കെ ആറാടി തിമിർത്തുന്നതിനെ പറയാൻ സൗബിൻ ഷാഹിർ കൂട്ടുകെട്ടിലെ മികച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു ചിൽ വൈബിലും കാണാൻ പറ്റുന്ന ഒരു സസ്പെൻസ്, ഒരു ഇമോഷണൽ ത്രില്ലർ, ട്രാജഡിക്കൽ ത്രില്ലർ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണേണ്ട സിനിമയാണ്. ബാലു വർഗീസ്, ഗണപതി, അപ്പോൾ കുറേ സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ്. അതുകൊണ്ട് യൂത്ത് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് എന്ന് തന്നെ പറയാം. ബാഷിക്ക് ചെറിയ റോളാണ്, ബാഷി കുഴപ്പമില്ല ചെയ്യുന്നത്, ഷൗബിനും ചെയ്യണം, ക്ലൈമാക്സും കുഴപ്പമില്ല. പിന്നെ ആ കൊടൈക്കനാൽ കാണിച്ചാൽ അങ്ങനെ കാണിക്കാം. ഈ ആർട്ട് ഡയറക്ടർക്കൊക്കെ നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി, അത് എന്താണ് അവിടെ വേണ്ടത്, എങ്ങനെ അത് ചെയ്തെടുക്കാന്നൊക്കെ പറ്റിയുള്ള ഒരു മൊത്തത്തിലൊരു രൂപരേഖ അവരുടെ ഇതിലുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇതൊന്നുമല്ല, നമുക്ക് ആ സ്ഥലം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അത് അതിൻ്റെ സക്സസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അവർ രണ്ടാളും ഇറങ്ങുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്യാൻ. സൗബിനൊക്കെ അത്രയും, ബാസിയൊക്കെ അത്രയും ടൈം എടുത്ത് ടയേർഡായിട്ടാണ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത്. ഫുൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് ഇതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും എന്തായാലും ഉറപ്പായിട്ടും ആളുകൾക്കെല്ലാം അതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ, സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മികച്ച ആളുകൾ എത്ര ഉള്ള ഒരു സ്ഥലമാണ് മലയാളം ഇൻഡസ്ട്രി. നമുക്ക് അങ്ങനത്തെ വർക്കുകൾ കിട്ടുമ്പോഴാണ് ഓരോരുത്തരും അതിനനുസരിച്ച് കഴിവുകൾ തെളിയിപ്പിക്കുക. പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മയുഗം കണ്ടാലോ അതിലൊക്കെ ഇഷ്ടംപോലെ വർക്ക് ഇതുണ്ടല്ലോ. ഇപ്പോൾ ജ്യോതിഷായാലും സന്തോഷ് രാമനായാലും മനു ജഗതായാലും അങ്ങനെ എത്രയോ ആർട്ട് ഡയറക്ടറുടെ ഇടയിലാണ് നമ്മൾ. അവരൊക്കെ മികച്ച ആളുകളാണ്. നമുക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടുന്നതനുസരിച്ച് അവർ പെർഫോം ചെയ്യും. അത്രേ ഉള്ളൂ.